2 ആപ്പിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് കാരമൽ ഉണ്ടാക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിൽ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കാരമലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇങ്ങനെ പാത്രം ചുറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അരിക്ക് മാത്രം കരിഞ്ഞു പോവും. ഒരുപാട് ബ്രൗൺ ആക്കണ്ട, ഒരു ഗോൾഡൻ ആകുമ്പോൾ ഓഫാക്കുക. എന്നിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബൗളിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് ചുറ്റിച്ചെടുക്കുക. പിന്നെ ഞാൻ ആപ്പിളിൻ്റെ 2-3 പീസ് താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗം ചെറിയ അളവായതുകൊണ്ട് 3 പീസേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ ആണെങ്കിൽ അത് ഫുള്ള് ഇങ്ങനെ നിരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി വന്ന കാരമൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തോല് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തോല് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി പിന്നെ 4 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇടാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചത്. അതിന് അളവ് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പാലിൻ്റെ അളവ് കുറക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പാലാണ് ചേർത്തത്. നന്നായി മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിക്കുക. ഇനി അതൊരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചിട്ട് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീമറിലാണ് ഇപ്പോൾ വെക്കുന്നത്. അതില്ലാത്തവർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചാലും മതി. ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറന്നിട്ട് നമുക്കൊരു കത്തിയോ സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട്, ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നടുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നെങ്കിൽ ആയിട്ടുണ്ട് എന്നർത്ഥം. ഇല്ല അതിലെന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. ഇനി അത് ചൂടാറാൻ മാറ്റിയേക്കാം. ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് പതുക്കെ കമഴ്ത്തിയിടാം. അപ്പോൾ അതിൻ്റെ കാരമലൊക്കെ ആ സൈഡിൽ ഇങ്ങനെ ഒഴുകി നിൽക്കും കേട്ടോ. ഇനി കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ആപ്പിൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ഇഷ്ടമാവും. നല്ല സോഫ്റ്റും ആണ്, ടേസ്റ്റിയും ആണ് കേട്ടോ.